വീഡിയോസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പം, ഇടിയപ്പം, വെള്ളയപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വിളമ്പാട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അടുപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മിക്സി ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 4 തക്കാളി 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള നല്ല കളറായിട്ടുള്ള തക്കാളി വേണം എടുക്കാനായിട്ട്. എന്നാലാണ് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കളറായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ തക്കാളി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് വേണം കേട്ടോ തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആ ഒരു സവാള കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ വേണം കേട്ടോ സവാളയും കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും കേട്ടോ, അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിടിയോളം മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇത് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് എത്രത്തോണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിത് മിക്സിയിലൊന്നിട്ടൊന്ന് അരച്ചെടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് അമർത്തിയിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ശർക്കരപ്പൊടിയാണ് ചേർക്കണത്. പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ. കൂടെ തന്നെ ഒരല്പം ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാരങ്ങ നീര് ചേർക്കണക്കായി മുന്നായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അത് തക്കാളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണതല്ലേ. അപ്പോൾ നല്ലോണം പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ചെറുനാരങ്ങ നീര് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല പുളിയൊക്കെ ഉള്ള തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചെറുനാരങ്ങ നീരൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും സവാളൊക്കെ ഒന്ന് അരിയാൻ മാത്രമുള്ള ഒരു ടൈം മാത്രം മതി കേട്ടോ. കൂടുതലായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുപ്പൊന്ന് യൂസ് ചെയ്യാണ്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു ടൈമല്ലേ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് ഈ ഒരു ചട്നി മാത്രം മതി. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെയൊക്കെ ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ഹൈപ്പ് ചെയ്യാൻ കൂടെ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.